നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു ത്രില്ലർ ആയിരുന്നു. ഓൾഡ് ട്രാഫോർഡിൽ ബോൺമുത്തിന് എഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ ഹോമിൽ 4-4 സമനിലയിൽ പിരിഞ്ഞ് 2 പോയിന്റ് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-1 മറ്റോ വല്ല ലീഡ് എടുത്തുകൊണ്ട് പോകേണ്ടതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ഈ മാച്ചിലെ ഗോൾ വന്ന സിറ്റുവേഷൻസും മറ്റുമൊക്കെ കാണിക്കാൻ ശരിയാതിരാണ്. 8ഓളം മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഗോൾ വന്നത് തന്നെ. കൂടാതെ ഇഷ്ടം പോയ ചാൻസുകൾ മാൻ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്യുന്നതും കണ്ടു. സോ എന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക. ലെനിയോറോ, ഹീവൻ, അതുപോലെ തന്നെ ലൂക്ക് ഷോ ബാക്ക് 3 ആയിരുന്നു. ലാമൻസ് ഗോൾ കീപ്പറുമായിട്ട്. മിഡ്ഫീൽഡ് കസമീറോ, ബ്രൂണോ. ഫ്രണ്ടിൽ മൗണ്ട്, കുൻഹ, എംബൂമോ വന്നു. സോ അത്യാവശ്യം നല്ല ഇപ്പം ഡാലോട്ടും അമാദിയോലോ ആർഗ്യൂബിലി ഓക്കെ ഡിലിറ്റ് ഇല്ല. അത് ചെറിയൊരു തലവേദനയാണ്. സോ ആർഗ്യൂബിലി ഡിലിറ്റ് ഇല്ല നോക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ്. പക്ഷേ എന്തുമാത്രം ഡിലിറ്റ് ആ ടീമിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് റീസെൻ്റ്ലി ലാസ്റ്റ് ഡിലിറ്റ് ഇല്ലാത്ത 2-3 മാച്ചുകൾ കാണുവാണെങ്കിൽ മനസ്സിലാവും. കാരണം ഹീവൻ വാസ് സ്ട്രഗ്ലിങ്. അത് പുള്ളിയുടെയും കുഴപ്പമില്ല. ഹീസ് ആൻ യങ്സ്റ്റർ. ലെനിയോറോ നമുക്കറിയാം ഈ സീസണിൽ ആൾക്ക് റെഗുലർ സ്റ്റാർട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് കുറേ മാച്ചുകളായിട്ട് ലെനിയോറോയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ആളുടെ പൊസിഷനിങ്ങിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഡിഫെൻസീവ്ലി ലെനിയോറോ കുറച്ച് വൾണറബിൾ ആണെന്നും ലാസ്റ്റ് മാച്ചുകൾ നമ്മൾ കാണുന്നതാണ്. ലൂക്ക് ഷോയും ഇന്നലെ അറ്റ് ഇസ് ബെസ്റ്റ് അല്ലായിരുന്നു. സോ നമ്മൾ ഇന്നലെ നോക്കുവാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ ടോപ്പർ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അണ്ടർ റൂബൻ അമോറിയം ഇത്രയും ഒഫൻസീവ്ലി ഇത്രയും അടിപൊളിയായിട്ട് മാൻ യുണൈറ്റഡ് റീസെൻ്റ്ലി കളിച്ച് കണ്ടിട്ടില്ല. അമ്മാതിരി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കാനായിട്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൂപ്പർ മൂവ്മെൻറ്റ്സ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല സിറ്റുവേഷൻസിലും ഒരു ബാക്ക് ഫോറിലോട്ട് നീങ്ങുന്നുണ്ട്. ചില സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടത് എന്നാന്ന് വെച്ചാൽ ലെനിയോറോ റൈറ്റ് ഹാൻഡ് സൈഡ് ടച്ച് ലൈനിലോട്ട് നീങ്ങുകയും പലപ്പോഴും സെമിന്യൂക്ക് അഗേൻസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് 1-on-1 വരാനായിട്ട് ആൾ റൈറ്റ് ഹാൻഡ് സൈഡ് ടച്ച് ലൈനിലോട്ട് നീങ്ങുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു. കൂടാതെ അമാദിയോരെ പുഷ് ചെയ്ത് അപ്പ് ഫ്രണ്ടിലോട്ട്, ഡാലോട്ട് അപ്പുറത്തുനിന്നും പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയമണ്ട് യുണൈറ്റഡ് ഫോം ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡിൽ. അതായത് കുൻഹയോട് വളരെ ക്ലോസ് ആയിട്ട് എംബൂമോ നിൽക്കുക. എംബൂമോയും കുൻഹയും ക്ലോസ് ആയിട്ട്. കൂടാതെ ആ ഡയമണ്ട് ഫോം ചെയ്യാനായിട്ട് മൗണ്ടോടെ അതിലോട്ട് വരുമ്പോൾ കസമീറോ ഡീപ്പിലോട്ട് ഇരിക്കുന്നു. ബട്ട് ബ്രൂണോ ഫെർണാണ്ടസും സ്റ്റെപ്പ് ഇൻ ചെയ്തു. സോ അങ്ങനെ ആ ഒരു ഡയമണ്ട് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ്, മൗണ്ട്, കുൻഹ, എംബൂമോ ഇവർക്കിടയിലുള്ള മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി ബോൺമൂത്തിനെ നശിപ്പിക്കുമായിരുന്നു. കംപ്ലീറ്റ്ലി. എങ്ങനെ യുണൈറ്റഡ് ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല എന്നറിയത്തില്ല. എംബൂമോ ഹാഡ് സം ഗ്രേറ്റ് ചാൻസസ്. സോ ഇതിൽ എസ്പെഷ്യലി എനിക്ക് എടുത്തു തോന്നുന്നത് കുൻഹയുടെ പെർഫോമൻസ് ആണ്. കുൻഹ സൂപ്പർബ്. കുൻഹ ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുൻഹയോടൊപ്പം ക്ലോസറായിട്ട് എംബൂമോനെ നിർത്തുകയും കുൻഹയുടെ മൂവ്മെൻറ്റ്സ് ത്രൂ എംബൂമോയ്ക്ക് സ്പേസുകൾ ആൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അറ്റൻഷൻ കുൻഹയിലോട്ട് പോവുകയും എംബൂമോയ്ക്ക് സ്പേസുകൾ ക്രിയേറ്റ്. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ടാക്ടിക്കൽ മൂവ്. വളരെ ക്ലോസ് ആയിട്ട് അവർ രണ്ടുപേരും കളിപ്പിക്കുക. കൂടെ മൗണ്ടും ബ്രൂണോയും കൂടെ ഫോം വരിക, ഡയമണ്ട് ഫോം ചെയ്യുക. റിയലി കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അമാദിയാലോ ത്രൂ. ഇന്നലെ പെട്രോവിച്ച് വാസ് സോ ബാഡെന്ന് പറയുന്നത് തന്നെ അണ്ടർസ്റ്റേറ്റ്മെൻറ്റ്. അമ്മാതിരി മോശം പെർഫോമൻസ് ആയിരുന്നു ബോൺമുത്തിൻ്റെ ഗോൾ കീപ്പറിൻ്റെ. അപ്പുറത്തെ ലാമൻസിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഒരു ഡബിൾ സേവ് ഉണ്ടായിരുന്നു, അതിലൂടെ ഞാൻ വരാം. പക്ഷേ അതിനേക്കാൾ മുമ്പ് ആളുടെയും ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഞാൻ പറയത്തില്ല, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പെട്രോവിച്ച് വാസ് സോ ബാഡ്. പെട്രോവിച്ചിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ആ ഫസ്റ്റ് ഗോളിലൊക്കെ ആണെങ്കിലും അവിടെ ഒരു ഈസി ടാപ്പിൻ ഹെഡർ തന്നെ അമാദിയാലോയ്ക്ക് കിട്ടുകയാണ്. പിന്നീട് സെമന്യോയിലൂടെ ബോൺമൂത്ത് അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതാണ് യുണൈറ്റഡിൻ്റെ ആ ഒരു ലാപ്സ് അവർ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് സെമന്യോ ആ ഒരു ഗ്യാപ്പ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പോയി ഗോൾ അടിക്കും. സോ അത് തന്നെയാണ് യുണൈറ്റഡിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം വന്നതും ഗ്യാപ്സ് ക്രിയേറ്റഡ് ആക്കി ബോൺമൂത്ത്. ആൻഡ് സെക്കൻഡ് ഗോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കസമീറോയിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കോർ ചെയ്യുന്നു. ഇറ്റ്സ് ലൈക്ക് ഓക്കെ 2-1 ആക്കുന്നു. കളി മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകാമെന്നുള്ളൊരു ഫീല്. സെക്കൻഡ് ഹാഫ് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ അറ്റ്ലീസ്റ്റ് 4-1 or 5-1 ഫസ്റ്റ് ഹാഫ്. ദ വേ യുണൈറ്റഡ് വാസ് സോ ഗുഡ്. യുണൈറ്റഡ് കൗണ്ടർ അറ്റാക്സ് 2-3 സിറ്റുവേഷൻ വളർബിൾ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും എന്താണെന്നറിയത്തില്ല, യുണൈറ്റഡിൻ്റെ ഒരു കുഴപ്പം ഞാൻ പറയാം. യുണൈറ്റഡ് ക്യാനോട്ട് ഡിഫെൻഡ് ലീഡ്സ്. ഒരു 45 മിനിറ്റ്സ് യുണൈറ്റഡിന് സിറ്റ് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു പ്രൈം അത്ലറ്റിക്കോ മാഡ്രിഡോ പ്രൈം AC മിലാനോ പ്രൈം യുവൻറ്റസോ അല്ലെങ്കിൽ പ്രൈം ഇറ്റാലിയൻ ടീമോ ഒക്കെ ചെയ്ത പോലെ 45 മിനിറ്റ് നമ്മളൊരു 1 ഗോൾ ലീഡ് പ്രൊട്ടക്ട് ചെയ്യുക, അത് യുണൈറ്റഡിന് പറ്റത്തില്ല. അതിനുള്ള പ്ലേസ് യുണൈറ്റഡിനില്ല. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്നാ അറിയാം, യുണൈറ്റഡ് ടു മച്ച് ഡിപ്പെൻഡൻ്റ് ഓൺ വെർട്ടിക്കാലിറ്റിയാണ്. വെർട്ടിക്കാലിറ്റിയിൽ ധാരാളം ഡിപ്പെൻഡൻ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്താനായിട്ട് സെക്കൻഡ് ഹാഫ് ശ്രമിച്ചത്. ചില സിറ്റുവേഷനിൽ ബാക്ക് ഫൈവിലോട്ട് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കലി നിങ്ങൾ അറ്റാക്സ് മൂവ്മെൻറ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും ആസ് എ ലൈൻ ആസ് എ യൂണിറ്റ് യു ഹാവ് ടു മൂവ്. ഒരു യൂണിറ്റ് ആയിട്ട് മൂവ് ചെയ്യണം. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു യൂണിറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയില്ല.
അപ്പ് ഫ്രണ്ട് ബ്രൂണോയും മൗണ്ടും എംബൂമോയും കുൻഹയും വൈഡിയിലുള്ള വിട്ടിൽ നമ്മുടെ ഫുൾ ബാക്സും എല്ലാം മൂവ്മെൻറ്റ്സ് നടത്താൻ ശ്രമിക്കുക. അതിനനുസരിച്ച് കസമീറോയുടെ മൂവ്മെൻറ്റോ അല്ലെ ഡിഫൻസീവിൽ നിൽക്കുന്ന ബാക്ക് ത്രീ ആണല്ലോ, അതുപോലത്തെ പ്ലേയേഴ്സിന് മൂവ്മെൻറ്റ്സ് ഒന്നും റൈറ്റ് ആയിട്ട് വരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ ബാക്ക് ഇപ്പോൾ അമാദിയാൽ ഒരു മൂവ്മെൻറ്റ് നടത്തുവാണെങ്കിൽ ഡാലോട്ടിൻ്റെ ഭാഗത്തുനിന്ന് അത് വരുന്നില്ല. സോ ഒരു ആസ് എ ലൈൻ ആസ് എ യൂണിറ്റ് യു ഹാവ് ടു മൂവ് ആസ് എ ബ്ലോക്സ്. പക്ഷെ ആ ഒരു മൂവ്മെൻറ്റ് വരുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റും, ബോൾ ലൂസ് ചെയ്താൽ സ്പേസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്പേഴ്സ് ബാക്കിലുണ്ടെന്ന് പറഞ്ഞാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അഗെയിൻസ്റ്റ് സ്പേസുകളുണ്ട്. കാരണം ആ ഒരു ബ്ലോക്സ് യൂണിറ്റായിട്ടല്ല മൂവ് ചെയ്യുന്നത് വെർട്ടിക്കലി. സോ വെൻ ബോൾ ലൂസസ് മൂവ്മെൻറ്റ് നടത്താനായിട്ട് ഒപ്പോണിന് ധാരാളം സ്പേസുകളുണ്ട്. സോ ആ ഒരു ഫസ്റ്റ് ഡിഫൻസീവ് ലൈനും സെക്കൻഡ് ഡിഫൻസീവ് ലൈനും ഇടയിൽ ധാരാളം ഗ്യാപ്സാണ് ആ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് ബോർൺമൗത്ത് ഇന്നലെ ക്യാപിറ്റലൈസ് ചെയ്തത് സെക്കൻഡ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻസീവ്ലി വാസ് സോഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ചൈൽഡിഷ് പ്ലേ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ ബ്ലോക്സ് ആയിട്ടല്ല അവർ മൂവ് ചെയ്ത്. അതിന് ഇവാനിൽസണിലൂടെ സ്കോർ ചെയ്യുന്നു. പിന്നീട് ട്രവനിയറിൻ്റെ ഒരു ഫ്രീ കിക്ക് ഗോൾ വരുന്നു. നമ്മൾ നോക്കാനായിട്ട് 3-2 ലീഡ് എടുക്കുന്നൊരു സിനാരിയോ വരുന്നു. പിന്നീട് ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു വേൾഡ് ക്ലാസ് ഫ്രീ കിക്കിലൂടെ 3 പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് കുൻഹ ഒരു 4ാമത്തെ ഗോൾ സ്കോർ ചെയ്ത് ഓക്കെ 4-3 ആയി എന്ന് പറയുന്ന ഒരു സിനാരിയോ വന്നു. പക്ഷെ അവിടുന്ന് വീണ്ടും പോയി അവർ ഈക്വലൈസർ സ്കോർ ചെയ്ത് 4-4 ആക്കുന്നു. പിന്നീടാണ് രസകരമായിട്ടുള്ള കാര്യം, 96th മിനിറ്റിലും 99th മിനിറ്റിലും 2 കിടിലൻ സേവുകൾ ലാമൻസ് നടത്തുകയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഗെയിമിൽ കീപ്പ് ചെയ്യുകയും ചെയ്തു. റെഫറിയൊക്കെ ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ പോസ്റ്റ് മാച്ചൊക്കെ തമാശയ്ക്ക് പറയുന്ന പോലെ എന്നാ പറയുക, ആരവസാന ഗോൾ അടിക്കുന്നോ അതുവരെ കളി പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ല. ഓൾമോസ്റ്റ് അതുപോലെ ആയിരുന്നു. കാരണം റെഫറി പോലും മാച്ച് എൻജോയ് ചെയ്യുമായിരുന്നു നമുക്ക് കാണാൻ. സോ അമ്മാതിരി എൻ്റർടൈനിങ് മാച്ച് ഫോർ ന്യൂട്രൽസ് ആയിരുന്നു. പക്ഷേ ഒരു ഇഷ്യൂ ഇതാണ്, ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് ഷുഡ് ഹാവ് കൺവേർട്ടഡ് ദോസ് ചാൻസസ് പോട്ടെ. സെക്കൻഡ് ഹാഫിൽ ഗോൾസ് കൺസീഡ് ചെയ്തു. പക്ഷേ അതിനേക്കാൾ ഉപരി യുണൈറ്റഡ് അപ്രോച്ച് ആസ് എ യൂണിറ്റ് ആ ഒരു മൂവ്മെൻറ്റ്സ് നടത്താത്തത് ഒരു വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ കസമീറോ നെക്സ്റ്റ് മാച്ച് അവൈലബിൾ അല്ല, സസ്പെൻഡഡ് ആണ്. മസറായും അമാദ് ദിയാലോയും എംബൂമോയും ഇതിന് പോവാണ്, നമ്മൾ നോക്കാനായിട്ട് ആഫ്കോണിന് പോവാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലോ. അടുത്ത വില്ലയ്ക്ക് അഗെയിൻസ്റ്റ് ഉള്ള മാച്ചും കൂടാണ്. കസമീറോ ഇല്ല, അമാദ് ദിയാലോ ഇല്ല. സോ ഇറ്റ്സ് എ എംബൂമോ ഇല്ല, മസറായി റെഗുലർ സ്റ്റാർട്ടറില്ല, പക്ഷേ എന്നാലും മസറായിൽ ഇവരൊക്കെ ഒരു ബ്ലോ ആണ്. എങ്ങനെ എസ്പെഷ്യലി എംബൂമോ അമാദ് ദിയാലോ ഇല്ലാതെ എങ്ങനെ പിടിച്ച് നിൽക്കും എന്നുള്ള ഐ ഡോണ്ട് നോ. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കസമീറോ സസ്പെൻഡഡും ആണ് വില്ല പാർക്ക്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഇതാണ് എനിക്ക് റൂബൻ അമോറിം രണ്ടോളം വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഒഫൻസീവ്ലി. ബട്ട് ഡിഫൻസീവ്ലി എന്തിനെ പുള്ളി ബാക്ക് ഫൈലോട്ട് പോകുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ലീഡ് ഉണ്ടെങ്കിൽ പുള്ളി ഈ മാച്ചിൽ ഈ സീസണിൽ റെഗുലർലി കണ്ടാണ് അഗെയിൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, അഗെയിൻസ്റ്റ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. സെക്കൻഡ് ഹാഫിൽ ഒരു ലീഡ് ഉണ്ടെങ്കിൽ ആൾ ഓവർ അഗ്രസീവ് ഡിഫൻസീവ് അപ്രോച്ചിലോട്ട് ഫുൾ 45 മിനിറ്റ്സിലേക്ക് പോകുന്നു. അത് നടക്കുന്ന കാര്യമല്ല. അത് യുണൈറ്റഡ് ആയിരുന്ന പ്ലേയേഴ്സ് ഇല്ല. ഈവനും ലൂക്ക് ഷോയും ലെനിയോറോയും വെച്ചാൽ നടക്കത്തില്ല. കാരണം അവരുടെയും കുഴപ്പമില്ല, അത് യങ്സ്റ്റേഴ്സാണ്. ലൂക്ക് ഷോ അല്ല, മറ്റേ 2 പേര് യങ്സ്റ്റേഴ്സാണ്. അവർ കുറച്ച് വൾണറബിൾ ആണ്. നമുക്കറിയാം ലൂക്ക് ഷോ ഒരു നാച്ചുറൽ ലീഡർ അറ്റ് ദ ബാക്ക് അല്ല, ഡിലിറ്റിനെ പോലെ ഒരു കമാൻഡിങ് പവറോ മറ്റോ എന്നുള്ളൊരു ലീഡറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാൽ ലൂക്ക് ഷോ ഡിലിറ്റിനെ ശരിക്കും മിസ് ചെയ്തു. ഡിലിറ്റിൻ്റെ ഒരു കമാൻഡിങ് പവർ ബാക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ബോൺമത്ത് നമ്മൾ നോക്കാനായിട്ടാണ് അധികം ഫോമിൽ വന്ന ടീമോ അല്ല, അത്യാവശ്യം വൾണറബിൾ ആയിട്ട് വന്നൊരു ടീമാണ്. അവർ ഗോൾസ് സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ബോൺമത്ത്. പക്ഷേ അവർ യുണൈറ്റഡിന് അഗേൻസ്റ്റ് 4 സ്കോർ ചെയ്ത് മേ ബി ഇന്നലെ ലാമൻസിന് ഡബിൾ സേവ് ഇല്ലായിരുന്നെങ്കിൽ വിക്ടറി ആയിട്ട് പോകാൻ. നിങ്ങളിപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ 3.40 ആണ് യുണൈറ്റഡിൻ്റെ XG. അപ്പുറത്ത് അവർക്ക് 1.94 ഉള്ളൂ. സോ വിച്ച് മീൻസ് യുണൈറ്റഡ് ആണ് കൂടുതൽ XG ക്രിയേറ്റ് ചെയ്തത്. സോ അവർ കൂടുതൽ ചാൻസുകൾ കിട്ടിയ ചാൻസുകൾ കൂടുതൽ കൺവേർട്ട് ചെയ്താണ്. ഷോട്ട്സ് ഓൺ ടാർഗറ്റും എല്ലാം നല്ലപോലെ ഉണ്ട്, 2 ടീമിനുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, ഒരു കെയോട്ടിക് മാച്ചാണ്. ബട്ട് യുണൈറ്റഡ് നീഡ്സ് ടു ചേഞ്ച് ദ സെക്കൻഡ് ഹാഫ് മെൻറ്റാലിറ്റി. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ലീഡ് ഉണ്ടെങ്കിൽ റൂബൻ അമോറിം 45 മിനിറ്റ്സ് ഓവർ അഗ്രസീവ് ഡിഫൻസ് അഥവാ ഒരു ബാക്ക് ഫൈവിലോട്ട് പോകണോ, ആസ് എ ബ്ലോക്സ് നമ്മൾ ആസ് എ യൂണിറ്റ് ഫസ്റ്റ് ഹാഫ് എങ്ങനെ കളിച്ചോ അതുപോലെ ആസ് എ യൂണിറ്റ് നമുക്ക് മൂവ്മെൻറ്റ്സ് നടത്തി ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ് 3rd ഗോൾ, ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ് 4th ഗോൾ ആ ഒരു അപ്രോച്ച് എടുത്തു. കാരണം അവർ ഈക്വലൈസർ സ്കോർ ചെയ്തപ്പോൾ നിങ്ങൾ പുഷ് ചെയ്തു. കാരണം കസമീറോയും ബ്രൂണോയ്ക്കും ഇടയിൽ, കസമീറോ ബ്രൂണോ മൗണ്ടിനിടയിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ ആസ് എ യൂണിറ്റ് ആ ഒരു മൂവ്മെൻറ്റ് നടത്തിയത് തോന്നുന്നു. ദർ വാസ് ഹ്യൂജ് ഗ്യാപ്സ്. കാരണം എനിക്ക് തോന്നുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഡിഫെൻസീവ്ലി നമ്മൾ കൂടുതൽ നമ്പേഴ്സ് ബാക്ക് വേണം, ലീഡ് പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ യു ഹാവ് ടു ഇൻക്രീസ് ദ ലീഡ് ആസ് വെൽ അല്ലേ. അപ്പോൾ യുണൈറ്റഡിൻ്റെ സ്ട്രെങ്ത് ഡിഫെൻഡിങ് അല്ല, അവരുടെ സ്ട്രെങ്ത് റിയലി ഗോയിങ് ഫോർവേഡ് ഗോൾ സ്കോർ ചെയ്യുക തന്നെയാണ്. അവർക്ക് ഇപ്പം ഡിലിറ്റും മഗ്വേറും ഇന്നലെ അവൈലബിൾ ആയിരുന്നു. അവരിറങ്ങുമായിരുന്നു മേ ബി ഡിഫറൻസ് തരാമായിരുന്നു. ഓക്കെ, അവർ കുറച്ചുകൂടി ലീഡർഷിപ്പ് ഉണ്ട്, കുറച്ചുകൂടി ഏരിയൽ എബിലിറ്റി ഉണ്ട്, കുറച്ചുകൂടി ലോ ബ്ലോക്ക് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ബട്ട് ഈവൻ ലെനിയോറോ ലൂക്ക് ഷോ ബാക്ക് 3 വെച്ച് ഒരു 1 ഗോൾ ലീഡ് 45 മിനിറ്റ്സ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ആ അപ്രോച്ച് ശരിയാകത്തില്ല. പക്ഷേ അവർ ഈക്വലൈസർ സ്കോർ ചെയ്യുമ്പോൾ നിങ്ങൾ അറ്റാക്കിന് പോയി, അതാണ് പറയുന്നത്. സോ മേ ബി അതായിരിക്കണം അമോറിയം മാറ്റേണ്ട ഒരു അപ്രോച്ച്. റീസെൻറ്റ് മാച്ചുകളിൽ തോന്നിയൊരു കാര്യമാണ്.
ലെറ്റ് സി ആ ടീമിൻ്റെ സ്ട്രെങ്തിനെ വെച്ച് തന്നെ പുള്ളി കളിപ്പിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഉള്ളത്. ഇനിയുള്ള മാച്ചുകളിൽ ആൾ കളിപ്പിക്കണം. കാരണം ഫസ്റ്റ് ഹാഫ് ഇന്നലെ വളരെ പോസിറ്റീവാണ്. ഒരു ബാക്ക് ഫോറിലോട്ട് നീങ്ങുന്ന സിനാരിയോ അതിന് എടുത്ത് പറയേണ്ട ആരാ ഡയമണ്ട് ഫോം ചെയ്തതും ഫുൾ ബാക്സ് വിട്ട് സ്ട്രെച്ച് ചെയ്തതും. സോ അതൊക്കെ വളരെ നല്ലൊരു ടാക്ടിക്കൽ മൂവ് ആയിരുന്നു. ആസ് എ യൂണിറ്റ്, ആസ് എ ബ്ലോക്ക് യൂണിറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് മൂവ്മെൻറ്റ് നടത്തുക. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ അത് വന്നില്ല. ദർ വെർ ഗ്യാപ്സ്. സോ ഇഫ് യു ആർ ഡിപ്പെൻഡിങ് അപ്പോൺ വെർട്ടിക്കാലിറ്റി യു ഹാവ് ടു മൂവ് ആസ് എ യൂണിറ്റ്. അത് യുണൈറ്റഡ് ഇന്നലെ നടത്തിയില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.